തോപ്പുംപടി പള്ളിച്ചാൽ തോടിലെ വെള്ളം ഒഴുകുന്നത് കറുത്ത നിറത്തിലാണ്. പ്രകൃതിയുടെ പ്രതിഭാസമൊന്നുമല്ല. വീടുകളിൽ നിന്നും കടകളിൽ നിന്നും നിക്ഷേപിക്കുന്ന പ്ലാസ്റ്റിക്കും മറ്റു മാലിന്യങ്ങളും നിറഞ്ഞ മലിനജലമായി തീർന്നിരിക്കുകയാണ് ഈ തോട്. ആയിരക്കണക്കിന് വീടുകൾക്ക് ദുരിതമായി മാറിയിരിക്കുന്ന 700ഓളം മീറ്റർ നീണ്ടുകിടക്കുന്ന ഈ തോടിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുന്നതിനായി മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ് ഡിവിഷൻ കൗൺസിലർ സുമിത് ജോസഫ്. ചരിത്രമൊഴുകുന്ന തോപ്പുംപടി പള്ളിച്ചാൽ തോട് 1000ഓളം വീടുകൾക്ക് ദുരിതമായി മാറുകയാണ്. വേമ്പനാട്ട് കായലിൽ എത്തിച്ചേരുന്ന 700 മീറ്ററോളം നീണ്ടുകിടക്കുന്ന പള്ളിച്ചാൽ തോട് അനേകം കൈവഴിക്കാനകളിൽ നിന്നുള്ള മലിനജലമെല്ലാം ശേഖരിച്ചാണ് നിറഞ്ഞൊഴുകുന്നത്. ഇതിന്റെ കല്ലൊക്കെ എല്ലാം ഇളകി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ തോടിന്റെ സൈഡ് കെട്ടിയിരിക്കുന്ന സംരക്ഷണ ഭിത്തി തകർന്നുകൊണ്ടിരിക്കുകയാണ്. തോട് ആഴത്തിൽ ചെളിമാന്തി മാറ്റിയാലേ ഇത് ഈ ഇവിടുന്ന് നീരൊഴുക്ക് നന്നായ രീതിയിൽ ഉണ്ടാകുകയും പിന്നെ കല്ലൊക്കെ ഇട്ട് സ്ലാബ് ഇട്ട് കെട്ടിയാലേ ഇവിടുത്തെ ദുർഗന്ധത്തിന് ഇവിടുത്തെ ജനത്തിന് ശുദ്ധവായു ശ്വസിക്കാൻ പറ്റുകയുള്ളൂ. വീടുകളിൽ നിന്നും കടകളിൽ നിന്നും നിക്ഷേപിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നിറഞ്ഞു കിടക്കുമ്പോൾ അതിൽ കൂടുതൽ ദുരിതം നൽകുന്നത് 2 മത്സ്യ സംസ്കരശാലകളിൽ നിന്നും പള്ളിച്ചാൽ തോടിലേക്ക് ഒഴുകുന്ന മലിനജലമാണെന്ന് നാട്ടുകാർ പറയുന്നു. ജലം വരുന്നത് 2 സീ ഫുഡ് പടിഞ്ഞാറ് വശത്തുണ്ട്. GOC ഫുഡ്, ബെൽസി ഫുഡ് എന്നീ 2 സ്ഥാപനങ്ങളുണ്ട്. അതിൽ നിന്നുള്ള മലിനജലം മുഴുവനും ഇതിൻ്റെത്തേക്കാണ് വരുന്ന. ഉദ്യോഗസ്ഥന്മാരാരും അതിനെക്കുറിച്ച് ഒന്നും പറയാറുമില്ല, ചെയ്യാറുമില്ല. അവരുടെ കമ്പനികളിൽ കയറാറുമില്ല. ഈ 2 കമ്പനികൾ അവരുടെ പ്യൂരിഫൈ ചെയ്യാൻ അവരുടെ വാട്ടർ മലിനജലം ഇതിൻ്റെത്തേക്ക് ഒഴുക്കുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഞങ്ങൾ താമസിക്കുന്നത് അത് 100 മീറ്റർ ഗ്യാപ്പിലാണ് ഈ സ്ലാബ് ഇടാതെ വെച്ചിരിക്കുന്നത്. അതിൽ നിന്ന് 2 കമ്പനികളുടെ കെമിക്കൽ വെള്ളം കൂടി വന്ന് ഞങ്ങളുടെ ജീവിതം ആകെ നരകതുല്യമാണ്. രോഗങ്ങൾ മാറണില്ല, ശ്വാസതടസ്സങ്ങളും ഇതെല്ലാം എപ്പോഴും അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇതിന് പരിഹാരം കാണുവാൻ കാലാകാലങ്ങളിലുള്ള കൊച്ചി നഗരസഭാ ഭരണാധികാരികളോട് പ്രദേശവാസികൾ അപേക്ഷിച്ചിരുന്നു. പുതിയ കൊച്ചി നഗരസഭാ ഭരണം വന്നതിനു ശേഷം ജനങ്ങളുടെ ഈ ദുരിതത്തിന് പരിഹാരം കാണുവാൻ തയ്യാറെടുക്കുകയാണ് നഗരസഭാ ഭരണാധികാരികൾ. വർഷങ്ങളോളമായി ദുരിതം അനുഭവിക്കുന്നു. മാറി മാറി വന്ന ഭരണാധികാരികൾ ഒന്നും തന്നെ ഇതിനെക്കുറിച്ച് ചിന്തിക്കുകയോ ആലോചിക്കുകയോ ഇതിനൊരു നടപടിയോ സ്വീകരിച്ചില്ല എന്നുള്ളതാണ്. ഈ പരാതിയുമായിട്ട് മേയറെ ചെന്ന് കാണുകയും അതുകൊണ്ടാണ് ഇന്ന് കൊച്ചി മേയർ ഈ സ്ഥലം സന്ദർശിക്കുന്നത്. സ്ഥലം സന്ദർശിക്കുക മാത്രമല്ല, ഇതിനു വേണ്ട നടപടികൾ എത്രയും വേഗം കൈക്കൊള്ളുന്നത് മാത്രമേ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളൂ. കൊച്ചി നഗരസഭാ മേയർ അഡ്വക്കേറ്റ് BK മിനിമോൾ പ്രദേശത്ത് സന്ദർശനം നടത്തി. കൗൺസിലർ സുമിത് ജോസഫിന്റെ അഭ്യർത്ഥന അനുസരിച്ച് പ്രദേശത്തെത്തിയ മേയർ പ്രദേശവാസികളോടൊപ്പം തോടിന്റെ ശോചനീയാവസ്ഥ നേരിൽ കണ്ട് മനസ്സിലാക്കി. പള്ളിച്ചാൽ തോടിന്റെ പാർശ്വഭിത്തികൾ നവീകരിച്ച് തോട് ശുചിയാക്കി ജനങ്ങളുടെ ദുരിതത്തിന് പരിഹാരം കാണുവാനുള്ള തയ്യാറെടുപ്പിലാണ് നഗരസഭ. 700 മീറ്റർ അധികം വരുന്ന തോടിന്റെ പുനരുദ്ധാരണത്തിന് വലിയൊരു തുക നീക്കിവെക്കേണ്ട സാഹചര്യമാണ് ഉള്ളതെന്ന് മേയർ പറഞ്ഞു. പള്ളിച്ചാൽ തോടിന്റെ പ്രശ്നം ആഴം കൂട്ടി ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ്. ഇടിഞ്ഞു പോയിട്ടുള്ള സൈഡിലെ കാൽഭിത്തികൾ കെട്ടി ക്ലിയർ ചെയ്യാനുണ്ട്. ഹ്യൂജ് എമൗണ്ട് വേണ്ടി വരുന്ന കാര്യമാണ്. ഒറ്റയടിക്ക് നമുക്ക് ചെയ്യാൻ പറ്റില്ല. കൗൺസിലേഴ്സിന് അവരുടെ ഡിവിഷൻ ഫണ്ട് ഉപയോഗിച്ചൊന്നും ഈ ഒരു ചെറിയ പോർഷൻ മാത്രം ചെയ്യാനുള്ള ഡിവിഷൻ മുഴുവത്തിൽ നോക്കേണ്ടതുകൊണ്ട് അത് നമുക്ക് നടക്കുമെന്ന് പറയില്ല. വേറെ എന്തെങ്കിലും ഒരു ഫണ്ട് സോഴ്സ് കണ്ടെത്തിക്കൊണ്ട് പള്ളിച്ചാൽ തോടിൻ്റെ വേസ്റ്റ് ഇടാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതും അതോടൊപ്പം തന്നെ ഈ തോട്ടിലേക്ക് ഒഴിക്കുന്നു എന്ന് പറയുന്ന സീ ഫുഡ് കമ്പനികളുടെ നോട്ടീസ് കൊടുത്തുകൊണ്ട് അവർ ക്ലീൻ വാട്ടർ മാത്രം ഒഴിക്കുന്ന രീതിയിലേക്ക് മാറ്റേണ്ടതാണെന്നാണ് എനിക്ക് പ്രാഥമികമായിട്ട് നോക്കിയപ്പോൾ മനസ്സിലായത്. നഗരസഭാ കൗൺസിലർമാരായ ലവിത നെൽസൺ, ലിസി സുമി, കൊച്ചി നഗരസഭ AHC അജിത തുടങ്ങിയവർ മേയർക്കൊപ്പം ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. റോയൽ കൊച്ചി 15 വർഷമായി പള്ളുരുത്തിയിൽ പ്രവർത്തനം ആരംഭിച്ചിട്ട് എല്ലാ സർവീസുകൾക്കും 30 ഡേയ്സ് സർവീസ് വാറന്റി. സർവീസ് അടുത്തിരുന്ന് കാണാം. പഴയ ഫോൺ എക്സ്ചേഞ്ച് ചെയ്ത് തവണ വ്യവസ്ഥയിൽ പുതിയ മൊബൈൽ ഫോൺ സ്വന്തമാക്കാം. ഡോർ ഡെലിവറി സംവിധാനമുണ്ട്. റോയൽ കൊച്ചി.